സൃഷ്ടിയുടെ കഥ. ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ലോക സൃഷ്ടിയെക്കുറിച്ച് പല കെട്ടുകഥകൾ പണ്ടേ ഉണ്ടായിരുന്നു. പ്രപഞ്ചം എങ്ങനെയുണ്ടായി? ഈ ചോദ്യത്തിന് ഉത്തരം പറയുവാൻ സാധിക്കാതെ കുഴങ്ങിപ്പോയപ്പോൾ ചിലരുടെ ഭാവന കണ്ടുപിടിച്ചവയാണ് ആ കഥകൾ. എന്നാൽ സൃഷ്ടികർമ്മത്തിന് അതിൻ്റെ കർത്താവല്ലാതെ മറ്റാരും സാക്ഷിയില്ല. അവിടുത്തെ പക്കൽ നിന്ന് സംഭവിച്ച ചരിത്രം സമ്പാദിച്ച പ്രവാചകന്മാർ ഹെബ്രായക്കാരുടെ ഇടയിലുണ്ടായി. സമസ്ത വസ്തുക്കളും ദൈവം ശൂന്യതയിൽ നിന്നുണ്ടാക്കിയതാണെന്ന് ദൈവിക വെളിപാട് മൂലം അവർ ഗ്രഹിച്ചു. ആ സത്യം അവർ കഥാരൂപേണ ജനസാമാന്യത്തിന് വേണ്ടി എഴുതി. അതാണ് വേദപുസ്തകത്തിലെ സൃഷ്ടിയുടെ കഥ. കാണാവുന്ന പ്രപഞ്ചം തന്നെ എത്ര മനോഹരം, പക്ഷേ ഇവയേക്കാൾ വിസ്മയകരമാണ് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത ലോകം. അതാണ് മാലാഖമാരുടെ ലോകം. ഭൂമിയും നക്ഷത്രങ്ങളും സൃഷ്ടിക്കുന്നതിന് മുമ്പായി ദൈവം മാലാഖമാരെ സൃഷ്ടിച്ചു. അവർക്ക് ശരീരമില്ല. അവർ വലിയ ബുദ്ധിമാന്മാരാണ്, മനസ്സിന് ശക്തിയുള്ളവരാണ്, തേജോമയന്മാരായ രൂപികളാണ്. അവർക്ക് വസിക്കാൻ സ്ഥലം ആവശ്യവുമില്ല. ഉണ്ടാകട്ടെ എന്ന ഒരു ഒറ്റ നിശ്ചയം കൊണ്ട് തങ്ങളെ സൃഷ്ടിച്ച ദൈവത്തെ മാലാഖമാരിൽ മഹാഭൂരിഭാഗം നന്ദിയോടുകൂടി സ്നേഹിച്ചു. അവിടുത്തെ അവർ സർവാത്മന അനുസരിക്കുകയും ചെയ്തു. പക്ഷേ മാലാഖമാരുടെ മഹാനായ നേതാവിനും ചില കൂട്ടാളികൾക്കും അതിന് മനസ്സുണ്ടായില്ല. ദൈവത്തെ ഞങ്ങൾ സേവിക്കുകയില്ല എന്നവർ വിപ്ലവ കാഹളം മുഴക്കി. ഞാൻ മുകളിലേക്ക് കയറും, ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്കും മുകളിൽ എൻ്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും, ഞാൻ അത്യുന്നതിന് സമനായിരിക്കും. ഈ മട്ടിലായിരുന്നു നേതാവായ ലൂസിഫറിൻ്റെ ധിക്കാരം നിറഞ്ഞ നിലപാട്. പക്ഷേ നല്ല മാലാഖമാർ അവരെ അനുകൂലിച്ചില്ല. മിഖായേലിൻ്റെ നേതൃത്വത്തിൽ അവർ വിപ്ലവകാരികളോട് സമരം ചെയ്തു. ദൈവത്തെ പോലെ ആര് എന്നായിരുന്നു അവരുടെ മുദ്രാവാക്യം. ദൈവാനുഗ്രഹത്താൽ അവർ വിജയം നേടി. അഹങ്കാരികൾ ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ നിന്ന് നിത്യനരകത്തിൻ്റെ അഗാധതയിലേക്ക് മറിഞ്ഞു വീണു. ആ വീഴ്ച വലുതായിരുന്നു, പരിഹരിക്കാനാവാത്ത വീഴ്ച. എന്നാൽ സത്യത്തിന് വേണ്ടി സമരം ചെയ്ത മാലാഖമാർ സൃഷ്ടലോകത്തിലെ പ്രഭാത നക്ഷത്രങ്ങളായി, ദൈവപുത്രന്മാരായി സ്വർഗത്തിൽ നിലയുറപ്പിക്കുകയും ചെയ്തു.